ഞാനുണ്ടോട്ടെ ഞാൻ കാലിന്റെ മുകളിൽ എന്തോ പറ്റിണ്ടായിരുന്നു. വഴി 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 വരി വിട് വരി വിടു. റബ്ബർ ഇവിടെ റബ്ബറിന്റെ ചെറിയ പരിപാടികളുണ്ട് കണ്ടോ. ഇവിടെ ചെറുനാരങ്ങ. എടാ ഇത് വേണമെങ്കിൽ അങ്ങോട്ട് എടാ അത്യാവശ്യം ചെറുനാരങ്ങ ഉണ്ടല്ലോടാ. മരത്തമ്മ നിറച്ച് ചെറുനാരങ്ങ ഉണ്ടായില്ലേ. കുറച്ച് പൊട്ടിച്ചോണ്ടോ അച്ചാറിട്ടേക്കാലോ. നല്ല ചെറുനാരങ്ങ ഉണ്ട്. നമ്മളിപ്പോ നൈസ് പ്ലേസ് തന്നെയാണ് കേട്ടോ. അടിപൊളി സ്ഥലത്തേക്ക് വന്നിട്ടുള്ളത്. പാറ ഇവിടെ വീടൊക്കെ ഉണ്ടോ. ചോല ഉണ്ട് അവിടെ. ചോല നമുക്ക് ആദ്യം ഇവിടെ നിന്ന് കവർ ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. ഇതെന്താ കല്ലിന്റെ മുകളിൽ ഒരു സാധനം ഇരിക്കണേ. കുളത്തി പിടിച്ചു. ആ ഇതാണല്ലേ റബ്ബറിന്റെ ചട്ടിയിൽ ബാക്കി വരുന്നത്. ആ ഇവിടെ ചോല കേട്ടോ. ഇഷ്ടമായിട്ട് ഇറങ്ങാല്ലേ. എന്താ എന്തോ കൃഷിയാണെന്ന് തോന്നുന്നു. ഇതൊക്കെ തൂപ്പ് കെട്ടിയിട്ടുണ്ട്. ഓ ഡേഞ്ചറാട്ടാ. വീണ് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. അടിയിൽ ചോലയാണ് ഒഴുകണത്. ഇവിടെ വഴിയില്ലാത്ത കുറെ വിഷയം കാരണേ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് വിട്ട് ടൗണിലേക്ക് എവിടേക്കൊക്കെ മാറിയെന്നാണ്. ഈ വീട്ടിലൊക്കെ താമസം ഉണ്ടായിരുന്നില്ല. അത് വിഷ്ണു നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഓഫ് റോഡ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും വരാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് നമ്മളെ ഈ പ്ലേസ്. ആനക്കുളം എന്ന് പറയുന്നത്. ആനക്കുളത്ത് ഒരുവിധം സ്ഥലങ്ങളൊക്കെ ഇതേമാതിരി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ റിസോർട്ടിൻ്റെ ഈ ടെൻറ്റ് ഹൗസിൻ്റെ നേരെ മുകളിലേക്കുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ വരുമ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. ബൈക്കായിട്ട് വരുമ്പോൾ അഡ്വഞ്ചർ അങ്ങനെ എന്തെങ്കിലും ട്രക്കിംഗ് മൂഡൊക്കെ വരുന്ന ആൾക്കാർക്ക് ഈ സ്ഥലങ്ങൾ നല്ല ഇഷ്ടപ്പെടും. എന്തായാലും അത്യാവശ്യം നടക്കാനും ഓഫ് റോഡ് വരാനും എല്ലാത്തിനും ഉണ്ട്. വേറൊരു വഴിക്കൊന്ന് ഇറങ്ങി വെക്കാണ്. ഷെഡിൻ്റെ അവിടെ താഴേക്ക് ഒന്ന് ഇറങ്ങി വെക്കുക. വഴുക്കാൻ സാധ്യത കൂടുതലാണ്. വഴി കുറച്ച് ഡേഞ്ചറാണ്. ഭഗവതി ആടാ ഷോട്ട് കിട്ടുമല്ലോ. ഓ നമ്മളെ വെള്ളത്തിന്റെ ഭാഗം ഒന്ന് പോയി നോക്കാം. ഞാനെന്തായാലും അവര് പോയെന്തിരി ചാടി ചാടി പോവാണ് തയ്യാറെടുത്തത്. പറ്റുന്നിടത്തോളം കുറച്ച് നല്ല വഴി കൂടെ ഇറങ്ങിപ്പോയതിലോ. നല്ലൊരു പാറയും നമ്മൾ നേരത്തെ കണ്ട വെള്ളച്ചാട്ടത്തിന് താഴ്ഭാഗം കേട്ടോ. മുകളിൽ നിന്ന് കണ്ടേ നല്ലൊരു പാറ ഉണ്ട്. നല്ല വഴുക്കാൻ സാധ്യത ഉണ്ട്. നമ്മൾ സൂക്ഷിച്ച് പോവുക. ഇവിടെ കേരളം മുകളിലൊക്കെ ചിലപ്പോൾ ഈ വെള്ളമുള്ള സ്ഥലം നട്ടുണ്ടാവാൻ സാധ്യത ഉണ്ട്. നമ്മളെ മുകളിൽ നിന്ന് കണ്ട ഭാഗമാണിത്. ഇവിടെ നല്ല വഴുക്കുള്ളതുകൊണ്ട് വല്ലാതെ അങ്ങോട്ട് കൊണ്ട് പോകാൻ പറ്റില്ല. കാലൊക്കെ ഒന്ന് കഴുകട്ടെ. ഇതുണ്ടോ അതിനുള്ളിൽ നിന്നൊക്കെ വെള്ളം വരും താഴെ. ഇവിടെ മുകളിൽ നിന്ന് വെള്ളം വരുന്ന ഭാഗം. അടിപൊളി. കുളിക്കാൻ ഇറങ്ങാനുള്ളൊരു ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇറങ്ങിയാൽ ചിലപ്പോൾ ശരിയാവില്ല. എടാ ഇരുന്നിട്ട് ഇറങ്ങ്. ഇരിക്കി ആ ഫോൺ ചവഴിക്കൂട്ടാ. അധികം അങ്ങോട്ട് തെറ്റത്തേക്ക് പോകാൻ കുറച്ച് ഇതാ. എന്താ പറയുക, ചിലപ്പോൾ വഴിക്ക് കഴിഞ്ഞ് താഴേക്ക് പോകും. കാരണം അങ്ങോട്ട് ഞാൻ വല്ലാതെ പോകുന്നില്ല. ഇവിടെ ഷാറൂൺ അതിനുള്ളിൽ പോയിട്ടേ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. നല്ല വെള്ളമായിരിക്കും. കാരണം മുകളിൽ നിന്ന് ചോലയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളമല്ലോ. വഴുക്കുണ്ട് കേട്ടോ. ഗ്രിപ്പ് കിട്ടുന്നില്ല. അപ്പൊ ഇതാണ് നമ്മുടെ പ്ലേസ്. കണ്ടോ നമ്മളെ മുകളിൽ നിന്ന് കണ്ട നേരത്തെ കാണിച്ച ആ ചോലയുടെ
താഴ്ഭാഗാണിത്. നമ്മൾ എങ്ങനെയൊക്കെ കൊണ്ട് ഇറങ്ങി വന്ന് കുറച്ച് റിസ്കാ. ഞങ്ങളെ ഉള്ളിലൊന്ന് കയറി നോക്കട്ടെ. അവന്മാര് കയറിയുണ്ട്. വഴുക്കെന്നുള്ള മെയിൻ പേടിയാണ്. വഴുക്കി കഴിഞ്ഞിട്ട് ഓ ദാ ഇറങ്ങി വെള്ളത്തിൽ ഇറങ്ങി. എന്തായാലും ഇറങ്ങി, വേറെ വർത്താനൊന്നുമില്ല. ഇനി എന്തായാലും വെള്ളത്തിൽ ഇറങ്ങി ഒന്ന് കുളിച്ചിട്ട് പോവാ. മക്കളെ ആനക്കുളത്തുള്ള സൂപ്പർ സ്ഥലങ്ങളാണ്. പിന്നെ അത് മാത്രമല്ല ഈ സ്ഥലത്ത് ആരും വന്നിട്ടില്ല ഇതുവരെ. ഞങ്ങളായിരിക്കും ഇവിടുത്തെ ഫസ്റ്റ് വന്നിട്ടുള്ളത്. നമ്മളെ റെക്കമെൻഡ് നമ്മുടെ ഇഷ്ടമാണ്. ഈ സ്ഥലത്തെ കുറിച്ചിട്ട് കൂടുതൽ എല്ലാവരും വരണം പറഞ്ഞാൽ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ പോലെ ബ്രേക്ക് റൈഡേഴ്സിനും സ്ട്രേഞ്ചേഴ്സിനും എല്ലാവർക്കും വന്ന് അടിച്ച് പൊളിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. എല്ലാവരും